അയാൾ അങ്ങനെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കാണുകയാണ് ആറ്റുവാശ്ശേരിക്ക് നേരെ ദേവൻ അങ്ങ് കയറി വരുന്നത്. അപ്പം തന്നെ പ്രിയങ്ക സുകുമാര മുത്തശ്ശിനോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ കാരണമെങ്കിൽ ഇനി ഇവരുടെ ആ ഒരു പുറത്താക്കൽ നടക്കാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സുകുമാര മുത്തശ്ശിനോട് അങ്ങ് ചോദിക്കണേ. അപ്പോൾ സുകുമാരി മുത്തശ്ശി അങ്ങ് പറയുന്നുണ്ട്, അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ടടി, അവരെന്തായാലും അവരുടെ മാനം വിട്ടിട്ട് എന്തായാലും ഇവിടെ നിൽക്കില്ല, അവരുടെ തീരുമാനം മാറ്റാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് പറയുന്നത്. അപ്പം ദേവൻ നേരെ വന്ന് ഇങ്ങ് കയറുന്ന സമയത്ത് തന്നെ ഇതാ അവിടെ മുന്നിൽ തന്നെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും വീടിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിത് എപ്പോൾ ഒന്ന് അകത്ത് കയറി ഇരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പെരുമാറ്റം ഇവർ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഈ ദേവൻ പറയാണ്, അത് പിന്നെ നിങ്ങളെ പോലെയുള്ളവർ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, വേഗം വാ അകത്ത് കയറി ഇരുന്നോളൂ, നിങ്ങളുടെ ഏതെങ്കിലും പുതിയ സിനിമ സ്റ്റാർട്ട് ചെയ്തു അതിനുള്ള പൂജയ്ക്ക് വേണ്ടി വിളിക്കാൻ വന്നതല്ലേ എന്നെ, എന്തായാലും വലിയ ഭാഗ്യം തന്നെയാണ്, നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ സിനിമകൾക്കൊക്കെ എന്നെ പൂജ ചെയ്യാൻ വേണ്ടി വിളിക്കുക എന്നൊക്കെ പറയുന്നത് അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ഈ പാദം തന്നെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പതിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ അനുഗ്രഹം തന്നെ അല്ലേ, അതിലും വലിയ അനുഗ്രഹം വേറെ ഉണ്ടോ എന്നൊക്കെ ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ ദേവ നീ ഞങ്ങളെ കളിയാക്കണം, നിനക്കെന്താ ഞങ്ങൾ ആരാണെന്നൊന്നും മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ വലിയ പ്രൊഡ്യൂസർമാരൊക്കെ അല്ലേ, നിങ്ങളുടെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിന് എന്നെ പൂജ ചെയ്യാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നതല്ലേ, അത് തന്നെ എനിക്ക് വലിയ ഭാഗ്യം തന്നെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവരെ ഒരു ചെറിയൊരു പരിഹാസത്തോടെ അങ്ങ് ദേവൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി സുകുമാര മുത്തശ്ശിക്കും പ്രിയങ്കയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറിയതിന്. അപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട്, നിങ്ങൾ സുകുമാരി മേഡം ഈ പ്രിയങ്ക മേഡമൊക്കെ അല്ലേ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നത് തന്നെ എനിക്ക് വലിയ അനുഗ്രഹം തന്നെയാണ്. എന്തായാലും നിങ്ങൾ എന്നെ തന്നെ ചൂസ് ചെയ്തല്ലോ, ഈ ദരിദ്രനായ എന്നെ തന്നെ നിങ്ങളെ പൂജ ചെയ്യാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യശോദ അങ്ങ് ഇറങ്ങി വരുന്നത്. അപ്പോൾ യശോദ ഇറങ്ങി വരുമ്പോൾ യശോദനോട് ഇങ്ങനെ ദേവൻ പറയുന്നുണ്ട്, എടി യശോദ നീ ഇവരെ കണ്ടില്ലേ, ഇവർ വലിയ പ്രൊഡ്യൂസർമാരാണ്, എന്നെ പൂജ ചെയ്യാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവരുടെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ, അവരുടെ ആ ഡേറ്റും സമയമൊക്കെ ഒന്ന് കുറിച്ച് വെച്ചോ, എന്നിട്ട് നീ ഒരു ബുക്ക് എടുത്ത് വന്നിട്ട് അതിലങ്ങ് എഴുതി വെക്ക്, എന്നിട്ട് ആ ദിവസം വരുമ്പോൾ ആ സമയത്ത് നീ എന്നോട് പറയും വേണം എനിക്ക് പോകാനുണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും എന്നൊക്കെ ഇങ്ങനെ ഇവരൊരു പരിഹസിച്ചുകൊണ്ട് ഈ യശോദനോട് സംസാരിക്കണം. അപ്പോൾ തന്നെ പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല അച്ഛൻ എന്താ ഞങ്ങളിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ വലിയ സിനിമാ നടിയൊക്കെ അല്ലേ, നിങ്ങൾ വലിയ പ്രൊഡ്യൂസറും ഒക്കെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി യശോദനോട് ഇങ്ങനെ കുറിച്ച് വെക്കാൻ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും രാധികയും വരണും കൂടിയിട്ട് അങ്ങ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവർ ഇറങ്ങി വരുന്നതൊക്കെ കണ്ടപ്പോൾ പിന്നെ യശോദ അങ്ങ് പറയുന്നുണ്ട്, ഇവർ രണ്ട് പേരും വന്നത് ഈ ജയഭാരതി മുത്തശ്ശിനെയും വരുണിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ദേവനോട് അങ്ങ് പറയാണ്. അപ്പം ദേവൻ നേരെ ഇവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ദേവൻ ചോദിക്കുന്നുണ്ട്, പോകുകയെ എങ്ങോട്ട് പോകുന്നു, രാധികനോട് അങ്ങ് ചോദിക്കണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഈ മുത്തശ്ശിനോട് എന്തായാലും അവർ ഇറങ്ങി പോകാൻ പറഞ്ഞ്, അപ്പോൾ മുത്തശ്ശിയും പോവുകയാണ് വരുണും പോവുകയാണ്, അവർ രണ്ട് പോകുമ്പോൾ ഇനി പിന്നെ ഞാനും കൂടി ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അവർ പോകുന്നിടത്തേക്കല്ല ഞാനും പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ പോവുകയാണ് അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ മൂന്ന് പേര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ, ഞാനറിയാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ ഒരു അവകാശം കൂടി വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ദേവനെ. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി എടുത്തേക്ക് അങ്ങ് പറയുന്നുണ്ട്, അതേ ദേവ അവരെ അങ്ങ് തടയാൻ നിൽക്കൊന്നും വേണ്ട, അവരെ മൂന്ന് പേരും ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണം, അവരിവിടെ നിൽക്കേണ്ടവരല്ല, അവരിവിടെ നിന്ന് ഇറങ്ങി പോകുക തന്നെ വേണം എന്നൊക്കെ ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ദേവൻ നേരെ അവരുടെ അടുത്തേക്ക് അങ്ങ് തിരിയാണ്. എന്നിട്ട് ദേവൻ പറയുന്നുണ്ട്, എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, നിങ്ങൾ ഇവിടെ പൂജയ്ക്ക് വേണ്ടി എന്നെ വിളിക്കാൻ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഗേറ്റിൻ്റെ പുറത്തേക്ക് കിടക്കുക എന്നൊക്കെ ഇവരോട് അങ്ങ് ഷൗട്ട് ചെയ്യാണ്. എന്നിട്ട് ദേവൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കുടുംബകാര്യമാണിത്, എൻ്റെ കുടുംബകാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഈ ഗേറ്റിൻ്റെ വെളിയിൽ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് അങ്ങ് ആട്ടി ഓടിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് നേരെ ദേവന് ഈ മുത്തശ്ശിനോട് അങ്ങ് പറയുന്നുണ്ട്, അമ്മ എന്ന് പറയുന്നത് പ്രിയങ്കയുടെ കയ്യിലുള്ള കോടികളൊക്കെ കണ്ടപ്പോൾ പ്രിയങ്കയുടെ ഈ കുടുംബത്തിൻ്റെ അന്തസ്സും എല്ലാം മറന്ന് പ്രിയങ്കയുടെ കൂടെ അങ്ങ് പോയതാണ്, ഈ പണത്തിനാണ് അമ്മ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തത്, പക്ഷേ ഞാൻ അങ്ങനല്ല, ഞാൻ ആ പണത്തിനല്ല, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും മാത്രമാണ് വില കൊടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ആ പണത്തിൻ്റെ ഒരു മഞ്ഞളിപ്പ് കാണാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശനോട് പറയാണ്. ഇനി നിങ്ങൾ കൂടുതൽ നേരം ഇവിടെ നിന്നാൽ ഞാൻ ഇവിടെ നാട്ടി ഓടിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആറ്റുവാശ്ശേരിയിൽ നിന്ന് അങ്ങ് ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട് മുത്തശ്ശനോട്, എന്തെങ്കിലും തെറിയോ എന്തെങ്കിലും ഞാൻ എൻ്റെ നാവിൽ നിന്ന് അറിയാതെ അങ്ങ് ഉരുവിട്ടാൽ, മോശമായ വാക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് അതിന് 1000 തവണ ഞാൻ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു ആളാണ്, ആ ആളായതുകൊണ്ട് എന്നെക്കൊണ്ട് ഇനി അങ്ങനെയുള്ള ഒരു വാക്കൊന്നും എൻ്റെ നാവിൽ നിന്ന് വരാതിരിക്കുക
അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതിൻ്റെ മുന്നേ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ വീണ്ടും അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി പോകുന്നതിൻ്റെ മുന്നേ ദേവനോട് പറയുന്നുണ്ട്, എടാ നിൻ്റെ തലയിൽ ഇടുത്തി വീടാ എന്നൊക്കെ അങ്ങ് ബ്രാഗിയിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഈ ആറ്റുവാശ്ശേരി വിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ദേവൻ വീണ്ടും ഇവരുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ദേവ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വലിയ നല്ല കാര്യം തന്നെ, ഭാഗ്യം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഇനിയും ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശി അങ്ങ് പറയാണ്. അപ്പോൾ തന്നെ ദേവൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട് എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛനും മകളും കുട്ടികളൊക്കെ ആയിട്ട് നമ്മളുള്ള ഒരു കുടുംബമാണ് ഇപ്പോൾ എൻ്റെ കുടുംബം. അതിൻ്റെ ഇടയിൽ ഇനി വേറെ ഒരാൾക്കും കയറി വരാനുള്ള അവകാശമില്ല, ഇത് ഈ ഇടയിലേക്ക് ഇനി ഞാൻ വേറെ ആരും ചേർക്കുന്നുമില്ല, ഇതാണ് എൻ്റെ കുടുംബം. അതുകൊണ്ട് നിങ്ങൾ ഇനി അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വന്നാൽ അതൊന്നും ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല, അവർക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ ദേവൻ ഇങ്ങനെ പറയണം. അപ്പോൾ ദേവന് ഈ വരുണിനോടും പറയുന്നുണ്ട് പോകരുത് എന്നൊക്കെ. അപ്പോൾ വരുണും പറയുന്നുണ്ട്, അച്ഛാ ഇനി ഇവിടെ പിടിച്ച് നിന്നാൽ അത് ശരിയാവില്ല, ഇപ്പോൾ തന്നെ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ ഈ വരുണും അങ്ങ് പറയാണ്. അപ്പോൾ ദേവൻ അവനോട് പറയുന്നുണ്ട്, ഇത്രയും കാലം എന്ന് പറയുന്നത് എനിക്കെന്ന് പറയുന്നത് ഒരു സ്വന്തം ആൺമകൻ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. എനിക്കിപ്പം മരിച്ച് ഞാൻ എൻ്റെ ചീത കൊളുത്താൻ എനിക്കൊരു ആൺമകൻ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ ഉണ്ടല്ലോ എനിക്ക്, നീ എൻ്റെ ആൺമകനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരാളാണ് നീ. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകരുത്, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ടാണ് കണ്ടത്, അല്ലാതെ ഒരിക്കലും മരുമകനായിട്ടല്ല ഞാൻ കണ്ടത് എന്നൊക്കെ പറയാണ്. അതുപോലെ തന്നെ ഈ ജയഭാരതി മുത്തശ്ശനോടും ഈ ദേവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നെ സ്വന്തം പ്രസവിച്ച അമ്മയാണ്, ആ അമ്മ ഇപ്പോൾ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നിട്ടും ഞാൻ അവരെ പുറത്താക്കിയത് അവരുടെ ആ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ദേവനോട് പറയണേ. മാത്രമല്ല ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് നിങ്ങളെ കണ്ടത്, എനിക്ക് മറ്റൊരാളായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല, അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്നൊക്കെ അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ അവരതങ്ങ് ഈ ദേവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങ് ശരി വെച്ച് എല്ലാവരും വീടിൻ്റെ അകത്തേക്ക് തന്നെ അങ്ങ് കയറി പോവുകയാണ്. ഇതാണ് ഇനി നമ്മുടെ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് അവിടെ വീണ്ടും അങ്ങോട്ടങ്ങ് കയറി ചെല്ലുന്നൊക്കെ ഉണ്ട്. കണിമംഗലത്താണെങ്കിൽ ഗൗതം വീണ്ടും കൽപ്പന അങ്ങ് ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ കൽപ്പന അവനോട് പറയുന്നുണ്ട്, എന്താണ് ഗൗതം നിനക്ക് വേണ്ടത്, നീ ഇനിയും എന്നെ ഇങ്ങനെ ചതിച്ചതൊന്നും നിനക്ക് മതിയായില്ല എന്നൊക്കെ അവനോട് ചോദിക്കണേ. ഗൗതം അവളോട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് നിന്നെ ചതിച്ചത്, ഞാൻ നിന്നെ താലി കെട്ടാൻ സമ്മതിക്കാഞ്ഞിട്ടല്ല ഞാൻ നിന്നെ ചതിച്ചത്, നീ തന്നെയാണ് പണ്ട് എന്നോട് പറഞ്ഞത് നിൻ്റെ കഴുത്തിൽ എന്നോട് താലി കെട്ടാൻ. അപ്പോഴൊക്കെ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, നല്ലൊരു സാഹചര്യം വരട്ടെ, ആ സാഹചര്യം വരുന്ന സമയത്ത് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി നിന്നത്. പിന്നെ ഈ കണിമംഗലം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ അവകാശവും എൻ്റെതാണ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരി. അപ്പോൾ ആ അധികാരം മുഴുവൻ ഞാൻ നിനക്കും കൂടി തരികയാണ്, ഇതിൻ്റെ എല്ലാ അധികാരവും അവകാശവും ഇനി മുതൽ നിൻ്റേതും കൂടിയാണ്, നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഗൗതം എനിക്ക് എന്തോ ആഗ്രഹങ്ങളും എനിക്ക് എന്തോ അവകാശവും ഒന്നും എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി, എനിക്കിതൊന്നും വേണ്ട. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല, ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ കൽപ്പന അവളുടെ മനസ്സ് മാറിയ കാര്യം ഗൗതമിനോട് അങ്ങ് പറയണം. അപ്പം ഗൗതം പറയുന്നുണ്ട്, അയ്യ നീ നിൻ്റെ ഇപ്പം മനസ്സൊക്കെ മാറ്റി ഇപ്പം നല്ല ആളാകാൻ പോകുകയാണല്ലേ, നീയാണ് എന്നോട് എന്നെ വിവാഹം കഴിക്കണം, നിനക്ക് ഇവിടുത്തെ എല്ലാ അവകാശം വേണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നത്, എന്നിട്ട് ഇപ്പം നീ ഇങ്ങനെ വാക്ക് മാറ്റുന്ന. പക്ഷേ ഞാൻ അങ്ങനല്ല, ഞാൻ നിന്നെ താലി കെട്ടിയിരിക്കും, നാളെ 9:30 എന്ന് പറഞ്ഞത് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വെച്ച് നമ്മൾ താലി കെട്ടും, അപ്പം നല്ലൊരു മുഹൂർത്തമുണ്ട്, അതുകൊണ്ട് നമ്മുടെ വിവാഹം നാളെ രാവിലെ 9:30 അതുകൊണ്ട് എല്ലാം തയ്യാറായി നാളെ 9:30 നീ ആ അമ്പലത്തിൽ എത്തിയിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലായോ നിന്നെ ഞാൻ ഈ കണിമംഗലത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കും, നിനക്ക് ഈ കണിമംഗലത്തിൽ നിന്ന് പുറത്ത് പോയാൽ നിൻ്റെ സ്വന്തം വീട്ടിൽ പോലും നിന്നെ കയറ്റില്ല എന്നല്ലേ നീ പറഞ്ഞിരുന്നത്, അതുകൊണ്ട് നിന്നെ തെരുവിൽ തെണ്ടേണ്ടി വരും. ഇപ്പോൾ കുറച്ച് 3 പേര് ഈ വീട്ടിൽ നിന്ന് അങ്ങ് തെരുവിലേക്ക് പോയിട്ടുണ്ടല്ലോ, അവരുടെ കൂടെ നീയും തെരുവിൽ ഇങ്ങനെ തെണ്ടി ഉറങ്ങി ജീവിക്കേണ്ടി വരും, പിച്ചை അയച്ച് നീ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ നീ നാളെ 9:30 ഞാൻ പറഞ്ഞ ആ ഒരു അമ്പലത്തിൽ വന്നിട്ട് നമ്മുടെ താലി കെട്ടി വിവാഹമാണ് എന്ന് അവളോട് അങ്ങ് ഭീഷണിപ്പെടുത്തണം. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നിനക്ക് വേറെ വഴിയില്ല, നിന്നെ ഞാൻ കണിമംഗലത്തിൽ നിന്ന് പുറത്താക്കും, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്നൊക്കെ ഇവളെ അങ്ങ് ഭീഷണിപ്പെടുത്തിയിട്ട് ഗൗതം അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവളാകെ ടെൻഷനായി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് പൊട്ടിക്കരയാണ്. കാരണം അവൾക്ക് ഇനി സഹായത്തിന് ആരുമില്ല, ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവളിപ്പോൾ ശത്രുവായിട്ടാണ് കണ്ടത്, അതുകൊണ്ട് തന്നെ ഇനി ഒരു സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് അവൾ അവിടെ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നെ നമ്മുടെ പരമേശ്വരനും പത്മിനിയാണെങ്കിൽ അവർ തീർത്ഥയാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ ആ യാത്രയിൽ ഒരു ഭാഗത്ത് അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് പത്മിനിയോട്, അല്ല പത്മിനി നിനക്ക് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടോ, നമുക്ക് കുറച്ചുകൂടി ഏരിയയിലൊക്കെ ഇങ്ങനെ കാണാം എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്,
ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പരമേശ്വരേട്ടൻ പോയി കണ്ടോളൂ, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം എന്നൊക്കെ പറയണം. അപ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, അല്ല നീ ഒറ്റക്കാണ്, നിനക്ക് പേടിയാവും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, എനിക്കൊരു യാതൊരു പേടിയില്ല, പരമേശ്വരേട്ടൻ പോയി കണ്ടോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പരമേശ്വരൻ അവളുടെ അടുത്തുനിന്ന് എന്നാൽ ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവുകയാണ്. ആ സമയത്താണ് കൽപ്പന ഈ പത്മിനിക്ക് അങ്ങ് ഫോൺ ചെയ്യണം. പത്മിനി ഫോൺ എടുക്കുന്ന സമയത്ത് കൽപ്പന ഭയങ്കരമായിട്ട് അങ്ങ് കരയാണ്. അപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളോട് ചോദിക്കുന്നുണ്ട്, അല്ല കൽപ്പന നീ എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, അതെ അമ്മേ, എനിക്കാണെങ്കിൽ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളൊന്നും പറയാൻ ഇപ്പോൾ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീണ്ടും അങ്ങ് കരയാണ്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അതിന് നീ ഉർവശിയുടെ കൂടെയല്ലേ, എല്ലാ കാര്യത്തിനും നീ ഉർവശിയുടെ കൂടെ തന്നെയല്ല നിന്നിരുന്നത്, ഇപ്പോൾ ആണെങ്കിൽ ഉർവശി കണിമംഗലത്തിൻ്റെ ഏറ്റവും വലിയ അവകാശിയൊക്കെ അല്ലേ, അപ്പോൾ നിനക്കും ഉണ്ടാവില്ല അവിടെ അധികാരം എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയണം. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല അമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ഇന്നലെ ഇവിടെ ഒരു സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഗൗതം കാണിച്ചു കൂട്ടി അവളെ ബലമായിട്ട് താലി കെട്ടാൻ ശ്രമിച്ച കാര്യങ്ങൾ മൊത്തം ഈ പത്മിനിയോട് അങ്ങ് പറയാണ്. അപ്പം പത്മിനി ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ട്, പക്ഷേ പത്മിനി അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഇതുവരെ അവൾ കള്ളം മാത്രം പറഞ്ഞതുകൊണ്ട് തന്നെ ഇക്കാര്യം കൂടി അതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ അങ്ങ് വിശ്വസിക്കാതിരിക്കുകയാണ്. അപ്പോൾ പത്മിനി അവളോട് പറയുന്നുണ്ട്, എടി നിന്നെ ഒരുപാട് വട്ടം ഞാൻ വിശ്വസിച്ചതാണ്, പക്ഷേ അന്നൊക്കെ നീ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം നീ പറഞ്ഞ ഈ പ്ലാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്, രാധികനെ, വരുണിനെ അല്ലെങ്കിൽ മുത്തശ്ശിനെ, എന്നെ ആരെങ്കിലുമൊക്കെ ഒരു ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും നീ ഈ പറഞ്ഞ കഥകളൊക്കെ. അതുകൊണ്ട് ഇതൊന്നും എന്നെ ഇനി ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല, നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നീ എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഞാൻ, പക്ഷേ ആ കാര്യത്തിലെല്ലാം നീ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. നീ കാരണം ഞാൻ ഒരുപാട് ചതിയിലാണ് പെട്ടുപോയത്. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല. ഇനി നിനക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഉർവശി ഉണ്ടല്ലോ കൂടെ, നീ ഉർവശിനോട് തന്നെ പറഞ്ഞാൽ മതി. എന്തായാലും ഇക്കാര്യം ഇനി ഞാൻ പരമേശ്വരനേട്ടനോടും കൂടി പറയില്ല. കാരണം അത്തരം കാര്യങ്ങളൊന്നും പരമേശ്വരനോട് കൂടി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ള മട്ടിലാണ് എന്തായാലും പത്മിനി പറഞ്ഞ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ ഫോൺ കട്ട് ചെയ്ത സമയത്ത് ഈ കൽപ്പന വിചാരിക്കുന്നുണ്ട്, ശരിയാണ്, അമ്മ എന്നെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എല്ലാ പ്രാവശ്യം ഞാൻ അമ്മനെ പറ്റിച്ചിട്ടേ ഉള്ളൂ. ഓരോ തവണ ഞാൻ അമ്മനെ പറ്റിക്കുന്ന സമയത്ത് എല്ലാം ഞാൻ മനസ്സിൽ ഞാൻ വിജയിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ തോൽക്കുമായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞ സമയത്ത് ആരും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൽപ്പന വീണ്ടും അവിടെ നിന്ന് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ രാധിക നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എണീക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശിനോട് അങ്ങ് സംസാരിക്കുകയാണ്. ആ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ അടുക്കളയിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രാധിക അറിയുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ അങ്ങ് കഴിഞ്ഞ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നതാണ് വെറുതെ മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ഇന്നലെ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയൊക്കെ ഇങ്ങോട്ട് വന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം വന്നോ എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശിയോട് ചോദിക്കണേ. ആ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അങ്ങനെ ഒന്നും തോന്നലൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി അവളോട് പറയാണ്. അപ്പോൾ പ്രിയങ്കനെയും ഈ സുകുമാരി മുത്തശ്ശിനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് സങ്കടം വരും. അവരുടെ അടുത്തു നിന്നൊന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും മുത്തശ്ശി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാകരുത് എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശിനോട് പറയാണ്. അപ്പോൾ തന്നെ മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്, എടി ഇന്നലെ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്ന് ശരിയാണ്, പക്ഷേ ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, അത് ദേവനാണ്. ദേവൻ്റെ ആ സംസാരം തന്നെ മതി ഈ വീട്ടിൽ അങ്ങ് പിടിച്ചു നിൽക്കാൻ. അവൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ, അവൻ്റെ സ്വന്തം അമ്മയാണ് ഞാൻ എന്നൊക്കെ. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ആറ്റുവാശ്ശേരിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. അതിനി അവർ വന്ന് ഭീഷണിപ്പെടുത്തിയാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശി പറയാണ്. മാത്രമല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ ഈ ആറ്റുവാശ്ശേരിക്ക് കുറച്ച് ദിവസത്തിനെങ്കിൽ കുറച്ച് ദിവസത്തിന് വന്നത് ഒരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പത്മിനിയും ഈ പരമേശ്വരനും കൂടിയിട്ട് ആ കണിമംഗലത്തിൽ വരുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചത് കൊണ്ടല്ലേ എനിക്ക് നിങ്ങളുടെ ഈ സ്നേഹം കരുതലും എല്ലാം എനിക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞത്. പിന്നെ ആ കണിമംഗലത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു സമാധാനത്തോടെ നിന്ന് നിൽക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായല്ലോ. അതുകൊണ്ട് മോളെ, ഇനി ഞാൻ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ചിന്തിക്കില്ല. ഞാൻ ഇനി കണിമംഗലത്തിൽ നിന്ന് പോകുന്നത് വരെ ഈ ആറ്റുവാശ്ശേരിയിൽ നിന്ന് ഞാൻ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇവിടുന്ന് ഇറങ്ങില്ല എന്നുള്ള ഒരു ഉറപ്പ് എന്തായാലും രാധികയ്ക്ക് കൊടുക്കണം. അപ്പോൾ രാധികയ്ക്കും ഭയങ്കര അങ്ങ് സന്തോഷം വരുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ശ്യാമയും ഈ അമൃതേടത്തെയും അവർ ഏതോ ഒരു റൂമിൽ അങ്ങ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു ഗുണ്ട ഫോൺ വിളിക്കുന്ന ഇങ്ങനെ ശബ്ദം ഇവർ രണ്ടുപേരും അങ്ങ് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഈ ഗുണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആ സർ അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ പണി, ബാക്കിയുള്ള ഗുണ്ടകളെല്ലാവരും കൂടിയിട്ട് അവന്മാരെല്ലാവരും കൂടിയിട്ട് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയതിരിക്കുകയാണ്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ അവരെ അങ്ങ് നോക്കുക, പിന്നെ കുറച്ച് നേരം കിടന്നിറങ്ങുക, ഭക്ഷണം കഴിക്കുക, ആ ഒരു പണിയൊക്കെ തന്നെ അല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ആ ഒരു ശബ്ദം എന്തായാലും ഇവർ രണ്ടുപേരും അങ്ങ് കേൾക്കുകയാണ്. അപ്പോൾ അമൃതേടത്തി നേരെ ഈ ശ്യാമനോട് പറയുന്നുണ്ട്,
ശ്യാമേ അയാൾ പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ വേറെ ഒരു ഗുണ്ടകളും ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ എന്ന് ഇത് ഒറ്റ അവസരം തന്നെയാണ് നമുക്ക് രക്ഷപ്പെടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ റൂമിൽ ഒന്നായിട്ട് എന്തെങ്കിലും ഒരു തലക്കടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു പലകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ തപ്പി നോക്കുകയാണ്. അപ്പോൾ അവർക്കൊരു പലക കഷ്ണം കിട്ടുകയാണ്. അപ്പോൾ തന്നെ അവരുടെ അവിടെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പിറകിൽ അങ്ങ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ആ പലക. അപ്പോൾ ഈ ഗുണ്ട ഇങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് വേറെ ഇവരുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ ഈ ഗുണ്ട ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ഞാൻ തന്ന ഭക്ഷണമൊന്നും നിങ്ങൾ കഴിച്ചില്ലേ? നേരത്തെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല, ഇനി ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്ന് എങ്ങാനും പട്ടിണി കിടന്ന് ചാക എന്നുള്ള എല്ലാ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചാകത്തേ ഉള്ളൂ, നിങ്ങളെ ഒന്നും രക്ഷിക്കാനൊന്നും ആരും വരത്തില്ല എന്നൊക്കെ ഇവരോട് അങ്ങ് പറയണം. അപ്പോൾ ഇയാളിങ്ങനെ സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ അമൃതയെടുത്ത് ആ പലക കഷ്ണം എടുത്ത് അയാളുടെ തലക്ക് അങ്ങ് അടിച്ച് അയാളങ്ങ് ബോധം കെടുത്ത് വീഴ്ത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അങ്ങ് വന്ന് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആറ്റുവാശ്ശേരിയിൽ ഇവരുടെ പണികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീട്ടിൽ മുന്നിൽ ആരോ അങ്ങ് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പോയിട്ട് വാതിൽ അങ്ങ് തുറന്നു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തുറന്നു കൊടുക്കുന്ന സമയത്ത് നേരെ കാണുന്നത് തന്നെ ഒരു പെൺകുട്ടി അങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാധിക അങ്ങനെ ആരാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കൽപ്പന അങ്ങ് ആറ്റുവാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എപ്പിസോഡൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ മിക്കവാറും ഈ കൽപ്പന വന്നിട്ടുള്ളത് ഈ ആറ്റുവാശ്ശേരിക്ക് ഈ കണിമംഗലത്തിൽ നിന്ന് അഭയം തേടി ഇവരുടെ അടുത്തേക്ക് വന്നതായിരിക്കും. മിക്കവാറും ഇവർ അവളെ വിശ്വസിക്കാനുള്ള ചാൻസും വളരെ കുറവാണ്. അപ്പോൾ ഇനി അവളെ അവിടെ നിർത്തുക, ഇനി അവിടെ നാട്ടിൽ പായിപ്പിക്കുകയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ ശ്യാമയുടെ കാര്യമാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ളൊരു വഴി കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി മറ്റുള്ള ഗുണ്ടകളൊക്കെ വന്ന് വീണ്ടും അവളെ പിടിച്ചു വെക്കാനുള്ള ചാൻസ് ഉണ്ടോ, അത് അവർക്ക് ഇതൊരു രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിരിക്കും എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.